അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുകളിലെ ആയത്തുകൾ കേൾക്കുമ്പോ അവരുടെ കൺതടങ്ങൾ നിറഞ്ഞു പോവുകയാണ്. ഭയം അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. ഏത് കാര്യത്തിലും അല്ലാഹുവിനെ പേടിയാണ്. ഏത് വിഷയത്തിലാകട്ടെ, കച്ചവടത്തിലാകട്ടെ, പൈസ ഉണ്ടാക്കുന്ന വിഷയത്തിലാകട്ടെ, ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിലാകട്ടെ, കുടുംബജീവിതം നയിക്കുന്ന വിഷയത്തിലാകട്ടെ, ഏത് വിഷയത്തിലും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്ന അക്രമകും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ അവന് വല്ലാത്ത സാമീപ്യം അടുപ്പവും അല്ലാഹു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഹൃദയത്തിൽ തഖ്വ കടന്നു വന്നാൽ അല്ലാഹുമായിട്ട് നമുക്കൊരടുപ്പം സ്ഥാപിക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തഖ്വ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തഖ്വ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ഏത് വിഷയത്തിലാകണം, ഓരോ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി. ഉദാഹരണമൊക്കെ ഇന്ന് കച്ചവടത്തിന്റെ വിഷയത്തിൽ പോലും ചരിത്രം പറയുക, ഒരു മഹാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ ചെറിയ ചെറിയ വീടുകൾ വിൽക്കുന്ന പരിപാടിയാണ്. ചെറിയ ചെറിയ വീടുകൾ കച്ചവടം നടത്തുന്ന സ്വഭാവം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഒരു ദിവസം ഇങ്ങനെയില്ല, വീട്ടിലൊരു കച്ചവടത്തിന് വേണ്ടി ഇരിക്കുന്നിടത്ത് വേറൊരു മനുഷ്യനായിരിക്കുന്നേ, ജോലിക്ക് നിർത്തിയിരിക്കുന്ന ഒരാളാ. അദ്ദേഹം ഇങ്ങനെ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു കച്ചവടം നടത്തി. 5 രൂപയുടെ വീട് 10 രൂപയ്ക്ക് വിറ്റു. ഇത്രയേ ഉള്ളൂ. 5 ദിർഹമിന് കൊടുക്കേണ്ട വീട് 10 ദിർഹമിന് കൊടുത്തു. അവിടെ നിന്ന് മഹാനവറുകൾ ചോദിച്ചപ്പോൾ വല്ലാതെ കരയാൻ തുടങ്ങി, ഓടുകയാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ വിളിച്ചുകൊണ്ട് നടന്നു. 5 രൂപയുടെ വീട് 10 രൂപയ്ക്ക് മേടിച്ച മനുഷ്യനാരാ? തെരഞ്ഞു നടക്കുകയാ. 5 രൂപയുടെ സാധനം 15 രൂപയ്ക്ക് വിറ്റാലും 20 രൂപയ്ക്ക് വിറ്റാലും അൽഹംദുലില്ലാ സന്തോഷം. 15 രൂപ ലാഭം കിട്ടിയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ മനുഷ്യൻ ഇങ്ങനെ തെരഞ്ഞു നടക്ക, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ തിരയുക. ആരാ? കാരണം ആളാരാന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം എവിടെയോ പോയിട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റാഫാണ് കച്ചവടം നടത്തിയിരിക്കുന്നത്. അങ്ങനെ തെരഞ്ഞ് അവസാനം കണ്ടുപിടിച്ചപ്പോ പോയി കയ്യെ പിടിച്ചിട്ട് കരയുകയാ. ഒന്നുകിൽ ഈ 5 രൂപ നിങ്ങൾ തിരിച്ചു വാങ്ങണം, ഒന്നുകിൽ നിങ്ങൾ 5 രൂപ തിരിച്ചു വാങ്ങണം, അല്ലെങ്കിൽ 10 രൂപയുടെ വീട് വാങ്ങണം. ആ മനുഷ്യൻ പറഞ്ഞു, ഞാനിത് തന്നതല്ലേ, എനിക്ക് വേണ്ട, പറ്റൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 5 രൂപ തിരിച്ചു കൊടുത്തു. 5 രൂപ തിരിച്ചു കൊടുത്തു. എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു മടങ്ങി പോകുമ്പോൾ ആ മനുഷ്യൻ പോലും ചോദിച്ചു, ആ പോകുന്ന മനുഷ്യനാരാ? ഇങ്ങനെയും ആൾക്കാർ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്യുന്നതെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളോ പടച്ചവനെ കള്ളസത്യം വരെ ചെയ്യുക. ഉദാഹരണം പറഞ്ഞ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ മീൻ കച്ചവടക്കാരെയൊക്കെ ചിന്തിക്കാറുണ്ട്. പടച്ചോനെ, ഈ ഐസൊക്കെ ഇട്ട മീൻ എടുത്ത് വെച്ചിട്ട് അള്ളാണ് നല്ല മീൻ ഉസ്താദ്, അള്ളാണ്, അതിനകത്ത് അള്ളാഹെ പിടിച്ച് നിർത്താം. പല കാര്യങ്ങൾക്കും നമുക്കറിയുന്ന പല കാര്യങ്ങൾ കച്ചവടത്തിനൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് സത്യ ഉസ്താദ് ഫ്രഷ് സാധനം, ഉസ്താദ് ഫ്രഷ്. എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, കാളയെ വെട്ടിയിട്ട് പോത്തെന്ന് പറഞ്ഞു കൊടുക്കുന്ന മഹാന്മാരില്ലേ? പറയില്ലേ? പറയാൻ മടിയുണ്ടോ? പോത്തിറച്ചിയാന്ന് പറഞ്ഞിട്ട് അപ്പോഴും അവൻ പറയണ്ട അള്ളാണ്. അള്ളാഹെ വലിച്ചതിനകത്ത് എന്തിനാ മനുഷ്യയിടുന്നത്? 10 രൂപ ലാഭം കിട്ടുന്നതിന് വേണ്ടി അതിനകത്ത് പോലും പടച്ചവനെ പിടിച്ചിടുന്ന മഹാന്മാരുണ്ട്, ഇല്ലേ? എന്ത് ചങ്ങാതിമാരപ്പാ അങ്ങനെയൊക്കെ ചെയ്യണേ? എന്തിനാ? ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കച്ചവടത്തിൽ അങ്ങനെ കള്ളത്തരം കാണിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു തആല അൻഹു 5 രൂപയുടെ വീട് തന്റെ സ്റ്റാഫ് അറിയാതെ 10 രൂപ വാങ്ങിയിട്ട് 5 രൂപയുടെ വീട് കൊടുത്തപ്പോ ഓടിച്ചെന്ന് പിടിച്ചു വാങ്ങിയിട്ട് പൈസ തിരിച്ചു കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോ ആ മനുഷ്യൻ ചോദിക്കാതെ ആരാന്ന്. അപ്പോഴാ ജനങ്ങൾ പറഞ്ഞു കൊടുത്തത് മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു തആല അൻഹു. ആ സമയത്ത് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുകയാ, ഇങ്ങനെയുള്ള നല്ല കച്ചവടക്കാരുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്യുന്നതെന്ന്. നമ്മുടെ നാട്ടിൽ ഭൂകമ്പം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ മഴ പെയ്ത അവസാനം അത് വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള കാരണം എന്താ? കള്ളസത്യം ചെയ്തിട്ട് ഒരിക്കലും കച്ചവടം നടത്തരുത്. അവന്റെ കച്ചവടത്തിലും ദുനിയാവിലും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും സത്യം ചെയ്യാൻ പാടില്ല എന്നാണ്. എല്ലാവരും ഏത് കാര്യത്തിനും സത്യം, ഖുർആനാണ് സത്യം. സത്യം ചെയ്യാൻ പാടുണ്ടോ? ഖുർആനെ പിടിച്ച് സത്യം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഖുർആനെ പിടിച്ച് സത്യം ഉണ്ടോ? 10 കിതാബാണ് സത്യം, 30 ജുസുവാണ് സത്യം, അല്ലേ? പിന്നെ മുത്ത് നബിയാണ് സത്യം, സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ സത്യം.
സത്യത്തിൽ സത്യം എന്തുകൊണ്ടാണ് ഇടേണ്ടത്? പറ. അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യമുള്ളൂ. അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ എല്ലാവരും സത്യമിടും. രണ്ട് കാര്യങ്ങൾ കൊണ്ട്. അള്ളാഹുവിനെ കൊണ്ട് സത്യം, വല്ലാഹി സത്യം, ഇങ്ങനെ ഇടാറുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് സത്യം ചെയ്തിട്ട് ആ സത്യം തെറ്റിച്ചാൽ അതാ മനസ്സിലാക്കണ്ടേ. ഒരാൾ പറയുന്നു വല്ലാഹി സത്യം ഞാൻ ഇന്ന കാര്യം ചെയ്യും, വല്ലാഹി സത്യം ഞാൻ ഈ വരുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ വല്ലാഹി സത്യം ഞാൻ പൈസ തരും എന്ന് സത്യം ചെയ്തു. അള്ളാഹുവിനെ കൊണ്ട് സുമ്മ വല്ലാഹി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ സത്യം ചെയ്തിട്ട് ആ സത്യം തെറ്റിച്ചാൽ പിന്നെ എന്ത് ചെയ്യണ്ടേ? പഠിച്ചോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരറിവാ, കാണുന്നതിനും പിടിക്കുന്നതിനൊക്കെ സത്യം ചെയ്യുന്നവർ കേൾക്കണം. ഒരാൾ വല്ലാഹി സത്യം ഞാൻ ഇന്നത് ചെയ്യുമെന്ന് സത്യം ചെയ്തിട്ട് ഞാൻ ആ സത്യം തെറ്റിച്ചാൽ, ആ സത്യം ഞാൻ തെറ്റിച്ചാൽ എനിക്കെന്താ ശിക്ഷ? ഞാൻ എന്തേ ചെയ്യേണ്ട പരിഹാരമായിട്ട് അറിയോ? ഒന്നുകിൽ 60 പാവങ്ങൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ 3 ദിവസം ഞാൻ നോമ്പ് പിടിക്കണം ആ സത്യം ലംഘിച്ചതിന്റെ പേരിൽ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനാണെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യണം? വല്ലാഹി സത്യമെന്ന് പറഞ്ഞ് സത്യം ചെയ്ത് ഞാൻ തരില്ല, ഞാൻ എടുക്കില്ല, ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഒന്നീ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, ഇല്ലെങ്കിൽ 3 ദിവസം നോമ്പിടിക്കണം. 2 ആണെന്നും 3 ആണെന്നൊക്കെ ഹദീസിന്റെ കിതാബിലുണ്ട്. പടച്ചവരെ, ഇന്ന് വരെ ആർക്കെങ്കിലും നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ, നോമ്പ് പിടിച്ചിട്ടുണ്ടോ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്സാരമായി കാണരുത്. ഞാൻ പറഞ്ഞു വന്നത്, കച്ചവടം ചെയ്യുമ്പോൾ അതിനകത്ത് കള്ളത്തരങ്ങൾ കാണിക്കാൻ പാടില്ല. ലാഭം എടുത്തോ, 5 രൂപയുടെ സാധനം 7 രൂപ, 10 രൂപ, അല്ലെങ്കിൽ 15 രൂപ, അങ്ങനല്ലല്ലോപ്പാ. കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടമല്ലേ ഉസ്താദ്, പിന്നെ ലാഭം ഇല്ലെങ്കിൽ എന്തായില്ലേ? ഒരു പാവപ്പെട്ടവൻ നിന്നെ പോലെ ഓരോ മനുഷ്യന്മാരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വരുന്നത്. അവന്റെ കയ്യിൽ നിന്ന് കൊള്ള ലാഭം വാങ്ങിയ എങ്ങനെ അതിൽ ബർക്കത്തുണ്ടാകും? എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും? എങ്ങനെ നമുക്കത് അൽഹംദുലില്ലാ ഒരുത്തനെ പറ്റിച്ചപ്പോൾ എന്തൊരു സന്തോഷം, ഇന്ന് നല്ല ലാഭം കിട്ടി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും മോശപ്പെട്ടവൻ ആരെന്നറിയുമോ? ഏറ്റവും മോശപ്പെട്ടവൻ ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖാല മിൻ അസ്വാഇൻ നാസി മൻസിലതൻ മൻ അദ്ഹബ ആഖിറതഹു ബിദ്ദുനിയാ ഗൈരിഹി. മറ്റുള്ളവന് വേണ്ടി തന്റെ ആഖിറത്തിനെ കളഞ്ഞവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ദുനിയാവിനെ നഷ്ടപ്പെടുത്തിയവൻ അല്ലാഹുവേ അവനാണ് പരലോകത്തിലെ ഏറ്റവും വലിയ നശിച്ചവൻ, ഏറ്റവും വലിയ മോശക്കാരൻ അവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാ, ഇദാ ഖാഫനി ഫിദ്ദുനിയാ അമ്മനതുഹു യൗമൽ ഖിയാമ. ഇത് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കാനുള്ളതാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കാനുള്ളതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, 2 ഭയവും 2 നിർഭയത്വവും ഒരുമിച്ച് വരില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ഖാഫനി ഫിദ്ദുനിയാ. ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ ഇടയിലോ നമ്മൾ ആരെങ്കിലും അല്ലാഹുവിനെ ഭയന്നാൽ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ, പരലോകത്ത് നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല, പരലോകത്ത് പേടിക്കേണ്ട കാര്യമില്ല. അല്ലാഹുവിന്റെ പരലോകത്ത് നമ്മൾ നിർഭയരാണ്. അവിടെ ഒരു സമാധാനമാണ്. അവിടെ യാതൊരു പേടിയുമില്ലാതെ, വിചാരണ പേടിയില്ലാതെ, ഹിസാബ് പേടിയില്ലാതെ, സിറാത്ത് പേടിയില്ലാതെ, മീസാനിലെ പേടിയില്ലാതെ അല്ലാഹുവിന്റെ പരലോകത്തുകൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാം. കാരണം ഈ ദുനിയാവിലെ ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവരാ. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് 5 നേരം നിസ്കരിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് കള്ള് കുടിക്കാതെ, വ്യഭിചരിക്കാതെ, പലിശ തിന്നാതെ, മോശമായ ജീവിതം നയിക്കാതെ, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഭയന്ന് നീ ജീവിച്ചു
ജീവിച്ചവനാണ്. അങ്ങനെ ജീവിച്ച നീ നാളെ പരലോകത്ത് പേടിക്കണ്ട. അല്ലാഹു നിന്നെ ഭയപ്പെടുത്തില്ല, അല്ലാഹു നിന്നെ ഭയപ്പെടുത്തില്ല. എന്നിട്ട് പ്രവാചകൻ പറയുകയാ, വൈദാ അമ്മനതനീ ഫിദ്ദുനിയാ അഖഫ്തുഹു യൗമൽ ഖിയാമ. ഇവിടെ പടച്ചവനെ പേടിക്കാതെ, പടച്ചവനെ പേടിക്കാതെ കാണാനെല്ലാം ഒരല്ല ഇരിപ്പുണ്ടെന്നറിഞ്ഞിട്ടുകൊണ്ട് പാപങ്ങൾ ചെയ്യുന്നവന്, ധിക്കരിച്ച് നടക്കുന്നവന്, കണ്ണു കുടിച്ച് നടക്കുന്നവന്, വ്യഭിചരിച്ച് നടക്കുന്നവന്, മോശമായ ജീവിതം നയിക്കുന്നവന്, എടാ ഈ ദുനിയാവിൽ നീ അല്ലാഹുവിനെ ഭയക്കാതെ നടന്ന നാളെ പരലോകത്ത് നീ വല്ലാതെ പേടിക്കുമോനെ. നാളെ പരലോകത്ത് പടച്ചവൻ നിന്നെ പേടിപ്പിക്കുമടാ. അല്ലാഹുവേ, നിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, നീ തല ഉയർത്താൻ കഴിയാതെ പേടിച്ചു വിറച്ചുകൊണ്ട് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നിനക്ക് നിൽക്കേണ്ടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടന്ന് പഠിപ്പിക്കുമ്പോ എന്റെ നഫ്സിനോടും നിങ്ങളോടും പറയുകയാ, നമ്മൾ അല്ലാഹുവിനെ ധിക്കരിച്ചവരാ, അല്ലാഹുവിനോട് നന്ദികേട് കാണിച്ചവരാ, അല്ലാഹുവിനെ മറന്നവരാണ്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നെ പടച്ച ഒരു റബ്ബ് 24 മണിക്കൂറും എന്നെ നോക്കിയിരിക്കുന്നുണ്ടെന്ന്. നാളെ ഞാൻ മരിച്ച റബ്ബിന്റെ മുന്നിൽ പോകുമ്പോ അല്ലാഹു ഞാൻ ചെയ്തതിനെ കുറിച്ച് ചോദിക്കുമെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ നിസ്കരിക്കാതിരുന്നാൽ, എന്നിട്ടും ഞാൻ അല്ലാഹുവിനെ മറന്നു നടന്ന, അല്ലാഹ് നീ കണ്ടാ എനിക്കൊരു ചുക്കുമില്ല തമ്പുരാന്, നീ ആരാ അല്ലാഹ്, നീ കണ്ടാ സിറാജിലൊന്നുമില്ല പടച്ചവര് എന്ന ധിക്കാരത്തോടുകൂടിയല്ലേ ഞാൻ നടന്നത്. എന്നെ നാളെ പടച്ച റബ്ബ് വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാ, എടാ അല്ലാഹ് ഉണ്ടെന്ന് നിനക്കറിയാം, മരണമുണ്ടെന്ന് നിനക്കറിയാം, ഖബറുണ്ടെന്ന് നിനക്കറിയാം, പരലോകമുണ്ടെന്ന് നിനക്കറിയാം, വിചാരണയുണ്ടെന്ന് നിനക്കറിയാം, മീസാൻ എന്ന് പറയുന്ന ത്രാസ് ഉണ്ടെന്ന് നിനക്കറിയാം, സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടെന്ന് നിനക്കറിയാം, അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടെന്ന് നിനക്കറിയാം. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് നീ പാപം ചെയ്തവനല്ലോ, നീ അല്ലാഹുവിനെ പേടിക്കാതെ നടന്നവനല്ലോ. എങ്ങനാ നിനക്ക് പടച്ച റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയുക? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്നിട്ട് പടച്ചവനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്താ? എല്ലാവരും സ്വർഗത്തിൽ പൊക്കോ, ഒരാൾ മാത്രം പോകണമെന്ന് പറയുമ്പോ ആ ഒരാൾ ഞാനായിരിക്കുമെന്ന് പറയാറുള്ള കാരണം അല്ലാഹുവിനെ ഭയന്നത് കൊണ്ടാ സഹോദരാ, അല്ലാഹുവിനെ പേടിച്ചത് കൊണ്ടാ സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, കണ്ടുകുടിച്ചെന്ന് പറഞ്ഞു, വ്യഭിചരിച്ചെന്ന് പറഞ്ഞു, പലിശ നിന്നെന്ന് പറഞ്ഞു, നിസ്കാരം മുടക്കിയെന്ന് പറഞ്ഞു, പാപങ്ങളെ പറ്റിച്ചെന്ന് പറഞ്ഞു. ഒരുപാട് പാപം ചെയ്തവനാണെങ്കിലും മോനെ നീ പാപം ചെയ്തു, എന്തായാലും നശിച്ചു, ഇനി അവസാനം വരെ പോകട്ടെ, ഇങ്ങനെ പോകട്ടെ എന്നൊരിക്കലും നിങ്ങൾ പറയരുത്. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹുവോട് ഏറ്റുപറ. എത്ര വലിയ പാപം ചെയ്താലും പടച്ച റബ്ബിന്റെ മുന്നിലൊന്ന് കരഞ്ഞാ തീരുന്നതേ ഉള്ളൂ. ഇബാദിയല്ലദീന അശ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹയല്ലേ പറഞ്ഞത്, അല്ലാഹയല്ലേ പറഞ്ഞത്. നബിയേ പറഞ്ഞു കൊടുക്ക് നബിയേ, അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്ക് നബിയേ. അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് പറയാ പറ നബിയേ, എന്നോടൊന്ന് ഏറ്റു പറയാ പറ നബിയേ. ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. അല്ലാഹുവിന്റെ ഖുർആനല്ലേ പറയുന്നത്. അതുകൊണ്ട് സഹോദരാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, ഒരു പാപത്തിന്റെ പേരില് അല്ലാഹു 2 പ്രാവശ്യം ശിക്ഷിക്കില്ല സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറയുകയാ, ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ലാഹു
അല്ലാഹു ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ല. റസൂലുള്ള ഇത് പറഞ്ഞു കഴിയുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഈ ബന്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ മഹാനായ മായിഷ റളിയല്ലാഹു തആല റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കുന്ന നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കുന്ന നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് പറയുകയാണ്. പ്രവാചകൻ പറഞ്ഞു, മായിസിനെ മടക്കി വിടുകയാണ്. പറഞ്ഞതെന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാനൊരു പെണ്ണുമായി വ്യഭിചരിച്ചു നബിയേ, അതുകൊണ്ട് എനിക്ക് തരേണ്ട ശിക്ഷ എനിക്ക് താരബിയേ. റസൂലുള്ള കേൾക്കാത്തത് പോലെ, കാരണം വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. പ്രവാചകൻ കേൾക്കാത്തത് പോലെ ചെറുപ്പക്കാരനാണ് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാ. വീട്ടിലേക്ക് കടന്നു പോയി ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അല്ലാഹുവിനെയാണ് ഓർമ്മ വരുന്നത്, പരലോകമാണ് ഓർമ്മ വരുന്നത്, നാളെ പടച്ചറപ്പിന്റെ കോടതിയാണ് ഓർമ്മ വരുന്നത്, നരകത്തിന്റെ തീക്കുണ്ടാരമാണ് ഓർമ്മ വരുന്നത്. മായിസ് റളിയല്ലാഹു തആല അൻഹു പിറ്റേ ദിവസവും വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, മായിസ് വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മായിസ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വ്യഭിചരിച്ചു, എനിക്കുള്ള ശിക്ഷതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം ഇസ്ലാമിന്റെ നിധി എന്താണ്, എറിഞ്ഞു കൊല്ലണം. പ്രവാചകൻ പറഞ്ഞു, നീ പോയി തൗബ ചെയ്യ് എന്ന് വിചാരിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു, നീ പോ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ പോയില്ല, രണ്ടാമതും തിരിച്ചു വന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വ്യഭിചരിച്ചു നബിയെ, ഒരു പെണ്ണുമായിട്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വല്ല കള്ളു കുടിച്ചിട്ടാണോ പറയുന്നേ നോക്കാൻ. കള്ളു കുടിക്കുന്ന സഹാബിയൊന്നുമല്ല. എന്നിട്ടും പ്രവാചകൻ പറഞ്ഞത് ചുമ്മാതെ പറയായിരിക്കും, പോകട്ടെ, തെറ്റ് ചെയ്തായിരിക്കും, പോയി പശ്ചാത്തപിക്കട്ടെ. പ്രവാചകൻ പറഞ്ഞു, കള്ളു. സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയേ, മായിസ് കള്ളു കുടിച്ചിട്ടില്ല നബിയേ. മായിസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എനിക്കറിയാം എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ്, ഇസ്ലാമിന്റെ നിയമം എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ്, എനിക്കറിയാം നബിയേ. എന്നിട്ടും ഞാൻ ഈ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള കാരണം എന്തെന്നറിയുമോ? ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു ഒരു മനുഷ്യനെ 2 പ്രാവശ്യം ശിക്ഷിക്കില്ല. അന്നല്ലേ പറഞ്ഞത്, പടച്ചവനെ, ഈ ദുനിയാവിലെ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ ഇതെനിക്ക് സഹിക്കാൻ പറ്റുമല്ലോ, ഈ ദുനിയാവിലെ ശിക്ഷ എനിക്ക് സഹിക്കാൻ പറ്റുമല്ലോ, ഇതിന് മരണത്തോടുകൂടി ഒരവസാനമുണ്ടല്ലോ. അല്ലാഹുവിന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയില് വ്യഭിചാരിയെ പോലെ, വൃത്തികെട്ടവനെ പോലെ, നരകത്തിന്റെ അവകാശിയെ പോലെ, നാണം കെട്ടവനെ പോലെ, അല്ലാഹുവിന്റെ കോപം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല നബിയേ. എനിക്ക് നരകം പേടിയാ നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കിടന്ന് കരയുകയാ, എനിക്ക് നരകം പേടിയാ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു വ്യഭിചാരിയെ പോലെ പോയി നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാ ഇവിടത്തെ ശിക്ഷ എനിക്ക് താ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് കരയുമ്പോ അവസാനം അല്ലാഹുവിന്റെ റസൂല് അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, എറിഞ്ഞു കൊല്ല് സഹാബാ. അല്ലാഹുവേ, മായിസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് എറിഞ്ഞു കൊല്ലാൻ പറയുമ്പോ
സ്വഹാബികള് കല്ലെടുത്തെറിയുകയാ, സ്വഹാബികള് കല്ലെടുത്തെറിയുകയാ. മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് ഏറുകൊണ്ടപ്പോ അവിടുന്ന് രക്തമൊഴുകുകയാണ്. മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം വേദനിച്ചപ്പോ അറിയാതെ ഓടുകയാ. മായിസ് റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്, സ്വഹാബികളെ പുറകെ നടന്ന് എറിയുകയാ. അവസാനം അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ്. സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, മായിസ് ഓടി നബിയേ, മായിസ് ഓടി നബിയേ. പ്രവാചകനൊരു സമാധാനമായി, അല്ലാഹുവിന്റെ റസൂലിനൊരു സമാധാനമായി. പക്ഷേ കുറച്ചു കഴിയുമ്പോ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മായിസ് റളിയല്ലാഹു തആല അൻഹു തന്റെ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അറിഞ്ഞുകൊണ്ടോടിയതല്ല, ശരീരം വേദനിച്ചപ്പോ അറിയാതെ ഓടിപ്പോയതാണ് നബിയേ. അതുകൊണ്ട് സ്വഹാബത്തിനോട് പറ, ഒരു കുഴിയെടുക്കാൻ, ഒരു കുഴിയെടുക്കാൻ, എന്നിട്ട് എന്റെ കൈകാല് കെട്ടിയിട്ട് ആ കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് എറിഞ്ഞു കൊല്ലാ പറ നബിയേ. എത്ര വേദനിച്ചാലും, എത്ര വേദനിച്ചാലും എനിക്ക് ഓടാൻ കഴിയില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കിടന്ന് കരയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അവസാനം മഹാനായ ഈ സ്വഹാബി അവിടെ നിന്ന് എറിഞ്ഞുകൊള്ളുകയാണ്. അവിടെ നിന്ന് പടച്ചവരെ എറിഞ്ഞുകൊന്ന് അവസാന കബറടക്കി. പിന്നീട് ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഈ സഹാബിയുടെ കബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ ഏതോ സ്വഹാബി പറഞ്ഞു, ഇത് മായിസിന്റെ കബറാ. വിഭജിച്ചതിന്റെ പേര് എറിഞ്ഞു കൊന്ന മായിസിന്റെ കബറാണെന്ന് അവിടെ നിന്ന് പറയുന്നത് കേട്ടപ്പോ റസൂലുള്ള വിളിക്കുന്ന സ്വഹാബാ, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയില്ലേ, മായിസ് സ്വർഗത്തിലാ സഹാബ. മായിസിന്റെ കബറിന്റെ അകത്ത് സ്വർഗം തുറന്നിട്ടുണ്ട് സഹാബ. മായിസ് സ്വർഗത്തിന്റെ അകത്തിരിക്കുന്നത് എനിക്ക് കാണാ സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയുമോ? പാപങ്ങൾ ചെയ്തുകൊണ്ട് നടക്കാനല്ല, പാപങ്ങൾ ആവർത്തിക്കാനല്ല, ചെയ്തു പോയതിന്റെ പേരിൽ പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ നീ ഒരിക്കലും ചെയ്യില്ലെന്ന് ഏറ്റു പറഞ്ഞ തൗബ ചെയ്താ രക്ഷപ്പെടാ മുസ്ലിമേ. ഈ തെറ്റിന്റെ പേരില് അല്ലാഹു നാളെ നിന്നെ പരലോകത്ത് വെച്ച് പിടിച്ചു നിർത്തൂല, അല്ലാഹു നിന്നെ നാണം കെടുത്തൂല, അല്ലാഹു നിന്നെ നരകത്തിലെറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ചെയ്തു പോയത് റബ്ബിന്റെ മുന്നിലേക്ക് പറ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ, തഖ്വയുള്ള ജീവിതം നയിക്കൂ. ആ തഖ്വയുണ്ടെങ്കിലേ രക്ഷയുള്ളൂ, ആ തഖ്വയുണ്ടെങ്കിലേ ദുനിയാവും ആഖിറവും രക്ഷപ്പെടൂ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇനിയുള്ള കാലമെങ്കിലും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. പാപങ്ങൾ ചെയ്യുമ്പോ, തെറ്റുകൾ ചെയ്യുമ്പോ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരട്ടെ. ആ ഓർമ്മ കടന്നു വന്നാൽ പടച്ചവരെ, നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്, നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. അല്ലാഹു പറഞ്ഞത് രണ്ട് സ്വർഗം തരാമെന്ന വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. രണ്ട് സ്വർഗമാണ് അല്ലാഹു ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിസ്കരിച്ചാൽ ഇഖ്ലാസ് വേണം,
ഖുർആൻ ഓതിയാൽ ഇഖ്ലാസ് നേടൂ, വഅദ് പറഞ്ഞാൽ ഇഖ്ലാസ് നേടൂ, സദഖ കൊടുത്താൽ ഇഖ്ലാസ് നേടൂ. തഖ്വയില്ലാത്ത ഒരു പ്രവർത്തനവും അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് 33 വർഷക്കാലം ഗുരുനാഥന്റെ കൂടെ ഇന്ന് പഠിക്കാൻ ഇറങ്ങിയ ഖാതിമുൽ ഹസൻ റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ പഠിച്ച 8 അറിവുകളിൽ ഒരറിവേതെന്നറിയുമോ? ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. പണത്തിന്റെ പേരിലല്ല, കുടുംബമഹിമയുടെ പേരിലല്ല, അധികാരത്തിന്റെ പേരിലല്ല, സൗന്ദര്യത്തിന്റെ പേരിലല്ല, കൊട്ടാരത്തിന്റെ പേരിലല്ല, ആൾബലത്തിന്റെ പേരിലല്ല, ആരോഗ്യത്തിന്റെ പേരിലല്ല. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സാമീപ്യം കിട്ടുന്നത് തഖ്വയുള്ളവർക്കാ, ഇഖ്ലാസുള്ളവർക്കാ. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇഖ്ലാസ് കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു. ഉസ്താദ്, അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, തഖ്വയുള്ള ജീവിതം നൽകണേ അല്ലാഹ്. അല്ലാഹു തഖ്വയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തഖ്വ വേണം, ഇഖ്ലാസ് വേണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു കാര്യമാണെങ്കിലും ഞാൻ ഈ പ്രസംഗിക്കുന്നതിൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ എനിക്ക് വല്ല പ്രയോജനമുണ്ടോ? ചുമ്മാ അലപ്പ്, റോഡിൽ നിന്ന് അലയ്ക്കണ പോലെ, റോഡിൽ നിന്ന് അലയ്ക്കുന്നത് പോലെയുള്ളൂ എൻ്റെ ഈ പ്രസംഗത്തിൽ ഇഖ്ലാസ്